എന്നാലും എല്ലാ രാജേട്ട ഒരു 3 വരെയെങ്കിലും. ഇവിടെ പെണ്ണും പിള്ള ഒരു വര വരച്ചിട്ടിരിക്കുക, അതിനപ്പുറം കടക്കരുതെന്നും പറഞ്ഞു. അല്ല വന്നിട്ടും വല്ല കാര്യമൊന്നുമില്ലല്ലോ, സാധനം വേണ്ടേ? എല്ലാ രാജേട്ട നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ നിന്ന് ഒപ്പിക്കാൻ കഴിയില്ലേ? എടാ നാളെ ബീവറേജ് തുറക്കൂലേ, അപ്പം എത്ര വേണമെങ്കിൽ വാങ്ങിത്തരാ. അതല്ല ഏട്ടാ, ഇന്ന് അപ്പുവിൻ്റെ പിറന്നാളാ, അവൻ തരുന്ന ട്രീറ്റാ. പിന്നെ അപ്പു സുധീനൊന്നും കഴിക്കുകയില്ല, എനിക്കും അരുണിനും മാത്രം മതി ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ പ്രകാശൻ്റെ അടുത്ത് പോയിട്ട് ഒരു മിലിറ്ററി വാങ്ങിക്കോ. അതിനൊക്കെ ഒരുപാട് ക്യാഷാവില്ലേ? എന്നാൽ എൻ്റെ മക്കളൊരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു ചെറുനാനൊക്കെ എടുത്ത് കുത്തി പിഴിഞ്ഞിട്ട് പഞ്ചസാരയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കലക്കി അങ്ങ് കുടിച്ചോ. എന്നിട്ട് പെരുന്നാളാണ് ആഘോഷിച്ചൂട്. അല്ല പിന്നെ എടീ എടീ ചോറ് തുറക്കടി. ഓ വല്ലാത്തൊരവസ്ഥ. അല്ലടാ എന്തായി? നടക്കില്ല. പിന്നെ മിലിറ്ററി ഉണ്ട്. ഒരു മിലിറ്ററി വാങ്ങിക്കോ. ഏയ് അതൊന്നും നടക്കില്ല, വെറുതെ മനുഷ്യന്റെ പൈസ കളയാൻ. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, 1 ലിറ്ററോ കിട്ടി എന്താ ചെയ്യാനാ? ഇതെന്താ 3 ദിവസം അടുപ്പിച്ച് ബീവറേജ് ലീവ്? അത് ഗാന്ധി ജയന്തി, പിന്നെ ശ്രീനാരായണ ഗുരു സമാധി, ഓ പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തി, അങ്ങനെ 3 ദിവസം. അങ്ങനെ ഇനി ഏതായാലും ആഘോഷം നാളെ ആക്കാം. ഓ ആ പ്രിയേഷൻ 25 മിസ് കോൾ വാട്സപ്പിൽ വോയിസ് ഉണ്ടല്ലോ. അത് സാധനത്തിന് വേണ്ടിയായിരിക്കും, അല്ലാതെ എന്തിനാ വിളിക്കുന്നത്? ആ വോയിസ് ഒന്ന് ഓപ്പൺ ചെയ്യടാ. ഓപ്പൺ ചെയ്യാം. എടാ നീ രാജനോടൊന്ന് ഒരു അര ഒപ്പിക്കാൻ പറ്റുമോ ചോദിക്കുമോ? ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സാധനം പറ്റി. ഒന്നാമത് 3 ദിവസമായാലും അടുപ്പിച്ചിട്ട് വിവരമില്ലാതെ ഞാൻ അയ്യോ അയ്യോ തലയിൽ നിന്ന് ഒരുപാട് രക്തം പോണ്ട്. ഹലോ ഹലോ ഹലോ, വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നം കേട്ടോ. ഇടിച്ച വണ്ടിയാണ്, നിർത്താതെ പോയല്ലോ. അതൊരു വണ്ടി വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. വണ്ടി നിർത്ത്. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. എന്ത് വഴി? ഇവിടെ അടുത്ത് വണ്ടിയുള്ള ഒരാള് പ്രിയേഷ് മാത്രമേ ഉള്ളൂ, നമുക്ക് അവനെ വിളിക്കാം. നല്ല ആളാ. നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ അവൻ വിളിച്ചാൽ വരുമെന്ന്? ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ അവൻ വരില്ല, പക്ഷെ മറ്റൊരു കാര്യം പറഞ്ഞാൽ അവൻ പറന്നെത്തും. വിനോദേ വിളിയടാ, ഒരു മിലിറ്ററി സാധനം റെഡിയാക്കി വെച്ചിട്ടെന്ന് പറയും. അത് ടീക്ക്. ഇവൻ ഇത്ര പെട്ടെന്ന് എത്തും ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലടോ എവിടെ സാധനം? വെള്ളം ഗ്ലാസ് ഒക്കെ വണ്ടിയിലുണ്ട്. ഇത്രയും പെട്ടെന്ന് അത് വാങ്ങിയോ? എവിടെ സാധനം? എവിടെ എടുക്ക്. എടാ നീ ഇത് കണ്ടില്ലേ, ഏതോ വണ്ടി ഇടിച്ചിട്ട് നിർത്താനോ പോയതാ, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. എടോ നിങ്ങൾ വെറുതെ വണ്ടി മലയെടുത്ത് തലയിലൊക്കെ ഉണ്ടാ, ഇതൊക്കെ ചൊറയാവുന്ന കേസാ. പക്ഷെ ഇത് ആർക്കും സംഭവിക്കുന്ന കേസാണ് പ്രിയേഷ്, അത് നീ മറക്കണ്ട. ഹലോ ഹലോ ഹലോ, അപ്പൊ ഇതിന് വേണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി മദ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ശരിയുള്ള പരിപാടി അല്ല കേട്ടോ. അതിനാര് പറഞ്ഞു മദ്യമില്ലാന്ന്? അതൊക്കെ ഞങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ? ശരിയാക്കി വെച്ചിട്ടില്ലേ? അതേടാ, അതിനുശേഷം ഇത് സംഭവിച്ചേ. നമുക്ക് ആദ്യം ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ കിടന്ന് ചാവും. എടാ എന്റെ വണ്ടിയിലൊക്കെ ബ്ലഡ് ആവും. നീ ഒന്നും പറയാൻ നിൽക്കണ്ട, വണ്ടിയിലെ ബ്ലഡും കാര്യമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കാം. ഹലോ ഹലോ, ഞാൻ വണ്ടി അപ്പുറം പാർക്ക് ചെയ്യ സാധനം കൊണ്ടാ കണ്ട വണ്ടി അടിക്കാനാ. ഞങ്ങൾ നടക്കട്ടെ, അതുവരെ നീ ക്ഷമിക്കും. ഇവരിത് എവിടെ പോയി? വരേണ്ട ആവശ്യമില്ല. ഇനി സാധനം ഉണ്ടെന്ന് ഇവരെന്നെ പറ്റിച്ചതാണോ? ഓ എത്തിയോ? നിങ്ങൾ പെട്ടെന്ന് സാധനം കൊണ്ടെടുക്ക്. എത്ര നേരം ഇവിടെ കാത്തിക്കുന്നു? എടാ പ്രിയേഷേ, ഞങ്ങളൊരു സത്യം പറയാം, ഞങ്ങളൊരു സാധനമൊന്നുമില്ല. ഇയാൾ അവിടെ റോഡരികിൽ വണ്ടി തട്ടി കിടക്കുമ്പോ ഒരുപാട് വണ്ടിക്ക് കൈയാട്ടി. ഒരു വണ്ടി നിർത്തണ്ടായപ്പോഴാണ് നിന്നെ വിളിച്ച്. പിന്നെ ഈ കാര്യം പറഞ്ഞാൽ നീ വരില്ല ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു നാടൻ കളിച്ച്. ഇന്ന് ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, നിനക്കുള്ള സാധനം ഞങ്ങൾ കൊണ്ടുവരും. അത് മതി. നീയൊക്കെ ഒരു മനുഷ്യനാണോ? ചലക്കാ പോയി സാധനം എടുക്കാൻ നോക്കണം, എന്നിട്ട് തീരുമാനിക്കാൻ ഞാൻ മനുഷ്യനാണോ മൃഗാണോ? പറഞ്ഞ് പറ്റിച്ചാൽ പോരാ, എന്നിട്ട് പ്രദോഷിക്കാൻ വന്നതാ. ഓണേ ഓ
ഇവനെ എപ്പോഴാ വരിക പണ്ടാരോ? ഇതേതാ പുതിയ മാരണങ്ങള്? അവരാണ് മോനെ ഇവിടെ കൊണ്ടുവന്നത്. ആ തള്ളയ്ക്ക് എന്തിനാ എന്നെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത്? ആ തള്ള എങ്ങോട്ടൊക്കെയാണല്ലോ വരുന്നത്? ഇത് വേറെ വണ്ടി വലിയാവോ? മോനെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എണീക്ക്. മോനെ, എൻ്റെ കുടുംബത്തിനും എൻ്റെ ഓൾക്കും സുഖമില്ലാതെ കിടക്കണ എൻ്റെ മരുമകനും വേണ്ടി മാത്രം ജീവിക്കുന്ന എൻ്റെ പൊന്നു മോനാണവൻ. അവരെ ജീവിതത്തിൽ കൊണ്ടിന് എൻ്റെ കുടുംബത്തിൽ നിനക്കും ദൈവരക്ഷ തരും. ഒരേ ദൈവം രക്ഷപ്പെടുത്തും തന്നെ. എൻ്റെ ആകെ സമ്പാദ്യം അച്ഛൻ മരിച്ച കാലം മുതൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ മോനെ ദൈവം രക്ഷിക്കും. ഒരേ ദൈവം രക്ഷിക്കും എൻ്റെ കുടുംബത്തിനെയും. കുടിച്ച് മരിക്കി. ഇതോട് കൂടി ഞങ്ങൾ തീരുമാനമെടുത്തു. ഇത്രയ്ക്ക് കണ്ണു ചോരല്ലാത്ത നിന്നോട് ഞങ്ങൾക്ക് യാതൊരു വിധ കൂട്ടൂലടാ. അത് ഞങ്ങൾ തീരുമാനിച്ച. അപ്പോൾ ഗുഡ് ബൈ. പോട്ടെ. ഇന്നു മുതൽ ഞാനൊരു തീരുമാനം എടുക്കുക. ഇനി ഒരിക്കലും മദ്യം ഞാൻ കൈകൊണ്ട് തൊടൂല. നിങ്ങൾ പറഞ്ഞ ശരിയാ. എന്നെ എത്രയും കണ്ണിച്ചോരല്ലാക്കിയത് ഈ മദ്യ. മറ്റെന്തിനേക്കാളും മദ്യത്തെ ഞാൻ സ്നേഹിച്ചു. എന്റെ കണ്ണ് തുറപ്പിച്ച നിങ്ങളാണ്. ഇനി ഇന്ന് എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം.